എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടൊരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത റവ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. റവ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത് കേട്ടോ. 2 നുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന റവയുണ്ടല്ലോ അതിട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. 1/4 കപ്പ് ശർക്കരയ്ക്കകത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്താണിത് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതുണ്ടല്ലോ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ നോക്കിയേ, ഈ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. റവയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ളു സോഡാപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ചായ കുടിക്കുന്ന കപ്പിലാണ് കേട്ടോ. ഈ കപ്പിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പോളം മാവൊന്ന് നിറച്ച് കൊടുക്കാം. വേകുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും, അതുകൊണ്ട് 1/4 കപ്പോളം മാവേ നിറച്ച് കൊടുക്കാവൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മാവ് നിറച്ച കപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 20 മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തു. ഇനി ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഞാനൊരു ടൂത്ത് പിക്ക് ഇട്ടൊന്ന് കുത്തി നോക്കുകയാണ്. ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ, ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് ഇതേ രീതിയിലൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. അത് നോക്കി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ല ഹെൽത്തി അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഇത് ഇഷ്ടമാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.